സ്നേഹഗൗരിയുടെ ജീവിതത്തിൽ 5-ാം വയസ്സിൽ സെക്സ്വൽ അബ്യൂസ് നടന്നിട്ടുണ്ടോ? ഉണ്ട്. അതിൻ്റെ കഥ എന്തായിരുന്നു? അത് കൂടുതലും എന്താ പറയുക, അത് ഒരു നമ്മളെല്ലായിടും സേഫ് ആയിരിക്കില്ല. സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡ് ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പോൾ എനിക്കറിയില്ലല്ലോ എന്താണ് ഈ കാണിക്കാൻ നോക്കുന്നത്, അല്ലെ അവരെന്താണ് ഈ പെരുമാറുന്നത് എന്നുള്ള കാര്യം. അപ്പം ഞാനത് കാണുന്നത് ഓക്കെ, എന്തെങ്കിലും എന്തോ കാണിക്കുന്നു, ചുമ്മാ അടുത്തിരിക്കുന്നതായിരിക്കാം, ആ ഒരു ബിഹേവിയർ ആയിരിക്കാം. പക്ഷെ സങ്കടപ്പെടുത്തുന്ന കാര്യം എന്താ വെച്ചാൽ ഇത് ഉണ്ടായിരിക്കുന്നത് അത്രയും പരിചയമുള്ള ഒരു റിലേറ്റീവിൻ്റെ അടുത്തു നിന്നാണ്. ഓക്കെ. ഇപ്പോൾ ഒരാളും എന്താ പറയുക, ഇപ്പോൾ ഫാമിലി ഇമ്പോർട്ടൻറ്റ്, ഫാമിലിയുടെ കാര്യം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കൂടുതലും ഒരു അഡ്വൈസ് പോലെ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഫാമിലി സറൗണ്ടിങ്ങിനകത്ത് നമ്മൾ സേഫ് ആയിരിക്കും. പക്ഷെ ഒരിക്കലും ഒരു റിലേറ്റീവ് സൈഡിൽ ഒരിക്കലും വിശ്വസിച്ച് പെൺപിള്ളേരെ വിടരുത് എന്നാണ് ഞാൻ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് ആൺപിള്ളേരെ വിടരുത് എന്നാണ്. കാര്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ, എനിക്കറിയില്ല ഇതെന്താണ് സംഭവം എന്ന്. പക്ഷെ എനിക്ക് പേടിയായി. അത് എന്നെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങി. എന്നുവെച്ചാൽ ഈ നമുക്ക് ഈ ഉറങ്ങുമ്പോഴും ഈ ഒരു ഇത് വരും. ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ഞാൻ 6th വരെ പഠിച്ചത് മിക്സഡിലായിരുന്നു. അപ്പോൾ ഈ 6th വരെ മിക്സഡിൽ പഠിച്ച സമയത്ത് എനിക്കൊരു ആൺകുട്ടിയുടെ അടുത്ത് പോയി ഇരിക്കുമ്പോൾ എനിക്ക് പേടിയാ. എനിക്കിഷ്ടമല്ല എൻ്റെ അടുത്ത് ആൺപിള്ളേരിരിക്കുന്നത്. എന്നുവെച്ചാൽ എനിക്കൊരു ഡിസ്കംഫോർട്ടാണ്, എക്സ്ട്രീം ഡിസ്കംഫോർട്ടാണ്. പക്ഷേ ഇതെനിക്ക് പറയാൻ അറിയില്ല, ഈ വാക്കുകൾ അറിയില്ല, ഇത് പറയേണ്ട രീതി അറിയില്ല. അല്ലെങ്കിൽ ഇത് കംഫർട്ടായിട്ട് പറഞ്ഞ് ഒരു ടീച്ചറിനോട് പറയുമോ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനോട് പറയണോ? എനിക്ക് അങ്ങനത്തെ ഒരു സോൺ ഇല്ല, അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഉള്ളിൽ ഒതുക്കി 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 പോയത് കൊണ്ടെത്തിച്ചത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത ട്രോമാറ്റിക് സ്റ്റേജിലാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഞാനത് സഹിച്ചെങ്കിൽ ഞാൻ ഓവർകം ചെയ്തെത്തി എന്നുള്ളതാണ്. അപ്പോൾ അത് ഇതെല്ലാം തുറന്നു പറയാൻ ഒരാളില്ലായിരുന്നോ? ഇത് മുത്തശ്ശിയാണ് അല്ലേ വളർത്തിയതൊക്കെ? എന്നുവെച്ചാൽ ഫാമിലി ഒരുമിച്ച് തന്നെയായിരുന്നു എല്ലാവരും. പക്ഷെ അച്ഛനൊക്കെ ആ സമയത്ത് ദുബായിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അമ്മ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും ജോലിയൊക്കെ ആയിട്ട്, അമ്മയും തിരക്കും കാര്യമൊക്കെ ആയിട്ട് ജോലിയിലായിരിക്കും. അപ്പോൾ ആ സമയം അമ്മുമ്മ റിട്ടയർഡായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ചേട്ടനാണെങ്കിലും ബ്രദർ ഉണ്ട്, അവൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തു പോകും. ഫ്രണ്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ. പക്ഷെ എനിക്ക് അങ്ങനെ അങ്ങ് പറയാനൊന്നും ഇല്ല, ആരും ഇല്ല. ഈ തുറന്നു പറയാനും കേട്ടിരിക്കാനും ഒരാൾ ലൈഫിലുള്ളത് നല്ലതാണോ? തീർച്ചയായിട്ടും, ഓഫ് കോഴ്സ്. അത് ആർക്കാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരാൾ വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഗോത്രൂലാണ് നമ്മൾ പോകുന്നതെന്നുള്ളത് ഒരാൾക്ക് അറിയണം എന്നില്ല. ഈ സിറ്റുവേഷൻ മനസ്സിൽ വെച്ചിട്ട് ഈ ഒരു അബ്യൂസ് നടക്കുന്ന സമയത്ത് ഇതെന്തുകൊണ്ട് ആരോടും ഷെയർ ചെയ്തില്ല? എനിക്ക് പേടിയായിരുന്നു. എനിക്കറിയില്ല അതെങ്ങനെയാ പറയേണ്ടതെന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഇത്രയും ഫെസിലിറ്റീസോ അല്ലെങ്കിൽ ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അന്നില്ല. ഇപ്പോൾ എനിക്ക് 25 വയസ്സായി. അപ്പോൾ എൻ്റെ ഈ 5-ാം വയസ്സിൽ എന്ന് പറയുന്നത് ഇതൊക്കെ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചുറ്റിനും കേൾക്കുന്ന കഥകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടായ ഒരു ആ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ അവൾ വളർന്ന് വലുതായി അവൾക്ക് കല്യാണം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവളെ ആ രീതിയിൽ കോർണർ ചെയ്ത ആൾക്കാർ മാറ്റും. എല്ലാത്തിലുപരി എനിക്ക് പേടി, എന്നെ വഴക്ക് പറയോ, എന്നെ അടിക്കോ, എന്നെ ഉപദ്രവിക്കോ. എനിക്കറിയില്ല ഇത് തെറ്റാരുടേതാണ്. ഞാൻ അങ്ങനെ മീൻസ് ഞാൻ ആ റിലേറ്റീവിന്റെ വീട്ടിൽ പോയതും അവിടെ ആ സംഭവം സംഭവിച്ചത് അത് എൻ്റെ തെറ്റായിട്ട് ആൾക്കാർ എടുക്കുവോ? കാര്യം എൻ്റെ മൈൻഡിൽ പോകുന്നത് കാർട്ടൂണും അല്ലെ സ്കൂളിലെ കുഞ്ഞു പരാതി കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉള്ളത്. എനിക്ക് വളരെ കുറച്ച് മെമ്മറിയിലേ അതിൻ്റെ അകത്തുള്ളൂ. അപ്പം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നേ അല്ല. ഈ ഒരു അനുഭവം എത്ര നാൾ മനസ്സിനെ അലർട്ടി? ഇത് എനിക്ക് ഓൾമോസ്റ്റ് ഒരു എൻ്റെ 18-20 വയസ്സിനകത്താണ് ഞാൻ എൻ്റെ വീട്ടിൽ പറയുന്നത്. ഞാൻ ഒരിടെ പൊട്ടി തകർന്ന അമ്മയടുത്ത് അത് പറഞ്ഞത്. എന്ന് വെച്ചാൽ ആ പോയിന്റ് എന്ന് പറയുന്നത്
ഞാൻ നമ്പായി. എൻ്റെ അതായത് എൻ്റെ എല്ലാം എന്ന് പറയുന്നത് എൻ്റെ അമ്മൂമ്മയായിരുന്നു. അമ്മമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത് തന്നെ. അമ്മമ്മയെ പോലെ ആർക്കും റീപ്ലേസ് ആവാൻ പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ തിരക്കിൻ്റെ ആ ജീവിതത്തിൽ പോയി വരുന്ന ആ സമയത്ത് അമ്മയ്ക്കൊക്കെ നമ്മൾ സംസാരിക്കാനും സ്പെൻഡ് ചെയ്യാനൊക്കെയുള്ള സമയം വളരെ കുറവാണല്ലോ. അപ്പോൾ എല്ലാ സമയം എൻ്റെ കൂടെയുള്ള എൻ്റെ അമ്മൂമ്മയും എനിക്കൊരു തത്തമ്മ ഉണ്ടായിരുന്നു. ഭയങ്കര സംസാരമായിരുന്നു. അത് എൻ്റെ 1 വയസ്സ് ഇളയതാ. എന്നുവെച്ചാൽ എൻ്റെ 2ാം വയസ്സിൽ കൊണ്ടുവന്നതാ. അപ്പോൾ അമ്മു എന്നായിരുന്നു പേര്. അപ്പം എൻ്റെ വേൾഡ് അതായിരുന്നു. ഈ ഒരു ഇൻസിഡൻറ്റ് ചെറിയ തോതിൽ എൻ്റെ അമ്മൂമ്മ കണ്ടു. അതിനുശേഷം എനിക്ക് ഓർമ്മയുള്ള, അതായത് എനിക്ക് പറയാൻ അറിയില്ല, എനിക്ക് പേടിയായിപ്പോയി. പക്ഷേ എന്താ അമ്മാമ്മ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ അന്ന് അവിടുന്ന് പോയി, ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് പോയി. പക്ഷെ അന്ന് പോലും ആ ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ എന്നെ അമ്മൂമ്മയും ആരോടും പറഞ്ഞില്ല, ആരെ അറിയിച്ചില്ല. പക്ഷേ എനിക്ക് അന്ന് കിട്ടിയ ഒരു കെട്ടിപ്പിടുത്തമുണ്ട്. ഐ വാസ് സേഫ്. ഞാൻ സേഫായിരുന്നു ആ ഒരു ഹഗ്ഗിൽ. എനിക്കത് എൻ്റെ ലൈഫിൽ പിന്നെ കിട്ടിയിട്ടില്ല. എൻ്റെ 7th വെച്ച് അമ്മൂമ്മ മരിച്ചു. ഞാൻ ആ ഒരു നംനെസ്, ആ ഒരു സ്റ്റേജിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. 7th അമ്മൂമ്മ മരിച്ചപ്പോഴും ലൈക്ക് അമ്മയുടെ അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചു. അപ്പോൾ അമ്മയ്ക്കും അമ്മാമ്മയായിരുന്നു എല്ലാം. പക്ഷെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. അമ്മയും വല്ലാത്തൊരു മാനസികാവസ്ഥ കാര്യമായിട്ട്. അപ്പം ഞാൻ വിശ്വസിച്ചത് എന്താണെന്നറിയോ, അമ്മൂമ്മയ്ക്ക് ക്യാൻസർ റിലേറ്റഡ് ആയിട്ടാണ് വയ്യാണ്ടായി മരിക്കുന്നത് നിംസ് വെച്ചിട്ട്. അപ്പോൾ ഓക്കെ ആയിരിക്കും, കുഴപ്പമുണ്ടാവില്ല എന്ന രീതിയിലാണ്. പക്ഷെ ഓൾറെഡി അമ്മൂമ്മ മരിച്ചിട്ടുണ്ടായി, വെന്റിലേറ്ററിൽ വെച്ചതായിട്ടാണ് പിന്നീട് ഇത് പറഞ്ഞറിഞ്ഞത്. പക്ഷെ ഞാൻ ബോഡി കാണുമ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ചിലപ്പോൾ ജീവൻ വരുമല്ലോ, എങ്ങനെ മിറാക്കിൾ സംഭവിച്ചാൽ എന്താ ചെയ്യുക. അപ്പം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കുകയായിരുന്നു. നോക്കിയപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഞാൻ ആലോചിച്ചത്, ദൈവം ഇതിനെ കൊണ്ട് കത്തിക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം ആ സമയത്ത് ആ ജീവൻ വരുന്നെങ്കിൽ എന്തേ, കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ല ആ റിയാലിറ്റി. കാരണം എന്നെ അത്രമേൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് അമ്മൂമ്മ. ഒരിക്കലും അമ്മൂമ്മ മരിച്ചെന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റത്തില്ല. എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം എനിക്ക് ഇത് പറയാൻ വേറെ ആളും ഇല്ല, അല്ലെങ്കിൽ തെളിവിനും ഒന്നുമില്ല. അല്ലേ തന്നെ ഞാൻ അനുഭവിച്ച പ്യുവറസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നേഹം കാര്യങ്ങളും എല്ലാം അതായിരുന്നു.